നമസ്കാരം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മീൻ കറിയാണ്. ഇത് ഞങ്ങൾ കോട്ടയംകാരുടെ സ്പെഷ്യൽ റെസിപ്പിയാണ്. ഞങ്ങൾ ക്രിസ്മസിൻ്റെയും ഈസ്റ്ററിൻ്റെയും തലേന്ന് ഈ മീൻ കറി ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസമാണിത് കഴിക്കാനെടുക്കുന്നത്. എന്നാന്ന് വെച്ചാൽ അന്നേരത്തേക്ക് മീൻ കറിയിൽ എരിവും പുളിയും പിടിച്ച് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കേരമീനാണ്. ഈ മീൻ കറി സ്പെഷ്യൽ എന്ന് പറഞ്ഞത് ഇൻഗ്രീഡിയൻസ് വളരെ കുറച്ചും ടേസ്റ്റ് വളരെ കൂടുതലുമായിരിക്കും. മൈ നെയിം ഈസ് സുമി. വെൽക്കം ടു സുമീസ് കുക്കിംഗ് ചാനൽ. എന്നാൽ പിന്നെ നമുക്ക് മീൻകറി ഉണ്ടാക്കി തുടങ്ങിയാലോ? നമുക്കാദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ കടുകിടുക. കടുകൊന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ ഉലുവ ഇടുക. ഉലുവ പൊടിയല്ല കേട്ടോ. പിന്നീട് 1 വറ്റൽമുളക്, 1 സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് 4 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുക. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. പിന്നീട് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഈ മീൻകറിക്ക് എരിവും പുളിയും ഇച്ചിരി മേലെ നിൽക്കണം. ഇനി അടുത്തായിട്ട് നമുക്കതിലേക്ക് 2.5 കപ്പ് കുടംപുളി ഇട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം മാത്രമേ ഒഴിക്കാവൂ കേട്ടോ. പുളിയുടെ കഷ്ണങ്ങൾ ഇടരുത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കല്ല് ചേർത്ത് കൊടുക്കുക. ഉപ്പ് പൊടിയല്ല ചേർക്കേണ്ടത്. ഉപ്പ് കല്ലിടുമ്പോൾ മീൻകറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് തിളച്ചു വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് സ്പൂൺ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ കൈകൊണ്ട് വേണം ചുറ്റിച്ചു കൊടുക്കാൻ. പിന്നീട് ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. തിള വന്നപ്പോൾ ഞാൻ അതൊന്ന് അടച്ചു വെച്ചു. നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അടപ്പെല്ലാം മാറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള മീൻകറി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു തവണയെങ്കിലും എല്ലാവരും ഈ മീൻകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമല്ലേ ഈ മീൻകറി ഉണ്ടാക്കാനായിട്ട്. അവസാനമായി ഞാൻ ഇതിലേക്ക് ശകലം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി മറ്റൊരിടത്തേക്ക് മാറ്റി വയ്ക്കാം. ഈ മീൻകറി ഉണ്ടാക്കിയ അന്ന് തന്നെ കഴിക്കുന്നതിലും കുറച്ചും കൂടെ ടേസ്റ്റ് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ്. കാരണം അപ്പോഴത്തേനും നന്നായിട്ട് എരിവും പുളിയും അതിലേക്ക് പിടിക്കും. ഞാനിത് പിറ്റേ ദിവസമാണ് ഈ മീൻകറി എടുക്കുന്നത്. പിറ്റേ ദിവസം ഞാനത് നോക്കിയപ്പോൾ അതിലെ ചാറെല്ലാം നന്നായിട്ട് കുറുകി കഷ്ണത്തിൽ പിടിച്ചിട്ടുണ്ട്. ഞാനതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യാം. ഗാർണിഷ് ചെയ്യുന്ന കാര്യം എൻ്റെ മോനോട് പറഞ്ഞപ്പോൾ അവൻ മുറ്റത്ത് നിന്ന് 2 കറിവേപ്പിൻ്റെ കണ്ടു കൊണ്ടു തന്നു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. അത് ഞാൻ അതിൻ്റെ മുകളിലേക്ക് വെച്ചു. നല്ല രസമല്ലേ കാണാൻ? ഈ മീൻകറിയും ശകലം ക്യാബേജ് തോരനും ഇച്ചിരി കാച്ചിമോരും കൂടി ഉണ്ടെങ്കിൽ ഊണ് സൂപ്പറാണ്. എന്നാ ശരിയല്ലേ? ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പിയുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.